ഹലോ, എല്ലാവരും പുതിയ ക്രോഷ്യ പ്രോജക്ട്സ് പഠിക്കാനായിട്ട് റെഡി ആയിട്ടിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ ആദ്യം ഓർത്തത് ബിഗിനേഴ്സിന് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഏതെങ്കിലും പ്രോജക്ട്സ് സ്റ്റാർട്ട് ചെയ്യാമെന്ന് ഓർത്തു. അപ്പോൾ ഞാൻ ഇന്നൊരു സൺഫ്ലവർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അപ്പോൾ ഈ സൺഫ്ലവർ നമുക്ക് കീ ചെയിനായിട്ട് ചെയ്യാൻ വേണ്ടി പറ്റും, അതല്ലെങ്കിൽ നമുക്ക് ഫ്രിഡ്ജ് മാഗ്നറ്റ് ആയിട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ അത് ഓരോരുത്തരും ഇഷ്ടം പോലെ ചെയ്യാം. അപ്പോൾ ഈ ബേസിക് ആയിട്ടുള്ള സൺഫ്ലവർ എങ്ങനെയാണ് ചെയ്യണമെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അതിനെടുത്തേക്കുന്ന യാൺ എന്ന് പറഞ്ഞാൽ മാജിക് നീഡിൽസിൽ നിന്നാണ് ഞാൻ എപ്പോഴും യാൺസ് വാങ്ങിക്കാറ്. ഞാൻ അവിടെ നിന്ന് മാത്രമേ വാങ്ങിയിട്ടുള്ളൂ. പിന്നെ ഫ്ലിപ്കാർട്ട്, ആമസോൺ അങ്ങനെയൊക്കെ വാങ്ങിയിട്ടുണ്ട്. പക്ഷേ എനിക്ക് ക്വാളിറ്റി ഏറ്റവും ഇഷ്ടപ്പെട്ടത് മാജിക് നീഡിൽസ് ആണ്. അപ്പോൾ അതിൽ ഇത് അരാൻ കോട്ടൺ യാണാണ്, ഇത് 6 ply യാണാണ്. അപ്പോൾ ഞാൻ ഇതിൽ ഒരിക്കൽ ഉണ്ടാക്കി നോക്കിയപ്പോൾ നല്ല ഭംഗിയായിട്ടുള്ള സൺഫ്ലവർ എനിക്ക് കിട്ടി. അപ്പോൾ ഇത് എടുക്കാം, ബിഗിനേഴ്സിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ യാണാണ്. പിന്നെ ഇച്ചിരി കട്ടിയുണ്ട്, കോട്ടൺ ആയതുകൊണ്ട് കട്ടിയുണ്ട്. ചെയ്തു വരുമ്പം പ്രോജക്റ്റിന് അല്പം വെയിറ്റ് ഉണ്ടാവും. നമ്മൾ അക്രിലിക് യാൺ യൂസ് ചെയ്യുന്ന പോലെ ആയിരിക്കില്ല, ഇച്ചിരി വെയിറ്റ് ഉണ്ടാവും. അപ്പോൾ നമുക്ക് കീ ചെയിന് കുറച്ചുകൂടി ഇത് നല്ലതായിരിക്കും, ഫ്രിഡ്ജ് മാഗ്നറ്റിന് കുറച്ചുകൂടി അരാൻ യാൺസ് ആയിരിക്കും നല്ലത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാമല്ലേ. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്നത് മാജിക് സർക്കിൾ ഫോം ചെയ്യണം. അപ്പോൾ അതിന് എല്ലാവർക്കും അറിയാൻ തോന്നുന്നു, ഇങ്ങനെ ഫ്രണ്ടിൽ ഇത് പിടിക്കാം, യാണിങ്ങനെ ഇടുക, 2 വിരലിൻ്റെ മുന്നിലോട്ട് ഇട്ടിട്ട് ഇതിൽ കൂടെ ട്വിസ്റ്റ് ചെയ്ത് വന്ന് ഇതിലേക്ക് കൂടെ വന്നിട്ട് ഇങ്ങനെ എടുക്കണം. അപ്പോൾ നോക്കൂ, ഇതിവിടെ ഫ്രണ്ടിൽ ഒരു എക്സ് കിട്ടും, ബാക്കിലായിട്ട് ഒരു പാരലൽ ലൈൻ കിട്ടും. അപ്പോൾ നമ്മളിനി നമ്മുടെ ഇത് 2.5 mm ഹുക്കാണ്. അപ്പോൾ ഇതിനെ ഇങ്ങനെ കമത്തി പിടിച്ചിട്ട് ഇതിൻ്റെ അടിയിൽ കൂടെ എടുത്ത് ഇങ്ങനെ വലിച്ചെടുത്തിട്ട് ഒന്ന് ട്വിസ്റ്റ് ചെയ്യുമ്പം നമുക്ക് മാജിക് സർക്കിൾ ഫോമായി. അപ്പം മാജിക് സർക്കിൾ ഫോം ചെയ്യാൻ അത്ര ബുദ്ധിമുട്ടില്ല. അപ്പോൾ ഈ പറഞ്ഞ പാറ്റേൺ ഫോളോ ചെയ്താൽ മതി. കണ്ടോ, ഇനി നമ്മൾ ഒരു 7 സിംഗിൾ ക്രോഷ്യ ഇതിൽ ചെയ്യണം. അപ്പോൾ ഒരു സിംഗിൾ ക്രോഷ്യ ചെയ്തു. അപ്പോൾ സിംഗിൾ ക്രോഷ്യ ചെയ്യാൻ അറിയായിരിക്കും. ഇതിൻ്റെ അടിയിൽ കൂടെ ഇട്ടിട്ട് യാണ് വലിച്ചു, ഇനി 2 ലൂപ്പിൻ്റെ ഉള്ളിൽ കൂടെ വലിച്ചു. അപ്പോൾ സിംഗിൾ ക്രോഷ്യ ആയി. ഉണ്ടോ, ഓക്കെ. ഇപ്പോൾ സിംഗിൾ ക്രോഷ്യ ആയി. അപ്പോൾ 2 ക്രോഷ്യ ആയി. ഇനി 3rd വൺ ഇട്ടു, 4th സിംഗിൾ ക്രോഷ്യ, ഇത് 5th വൺ, ഇത് 6th വൺ, ഇത് 7th വൺ. 7 സിംഗിൾ ക്രോഷ്യ ചെയ്തു. അപ്പോൾ നമ്മൾ എന്നിട്ട് ഇനി മാജിക് സർക്കിൾ നമ്മൾ വലിച്ച് നമ്മൾ ടൈറ്റാക്കി. ടൈറ്റാക്കുമ്പോൾ നമുക്കൊരു സർക്കിൾ കിട്ടും. കണ്ടോ, ഒരു സർക്കിൾ കിട്ടി. ഇനി നമ്മൾ ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യണം. ഇതിൻ്റെ ഫസ്റ്റ് സ്റ്റിച്ചിൻ്റെ ഉള്ളിൽ കൂടെ എടുത്തിട്ട് ഇതിനെ ഹുക്ക് ഇത് വലിച്ചു, യാണ് വലിച്ചു, ഇതിൻ്റെ ഉള്ളിൽ കൂടെ വലിച്ചു, ഇതിൽ കൂടെ വലിച്ചു, സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ടു. ഓക്കെ, ഇതുവരെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കണം. ഇത് ലാസ്റ്റ് ആയാലും വലിച്ചാൽ മതി, എന്നാലും മാക്സിമം വലിച്ച് ടൈറ്റാക്കുക ഇതിൻ്റെ എൻഡ്. ഓക്കെ, ഇനി നമ്മൾ ഫസ്റ്റ് അടുത്ത സിംഗിൾ ക്രോഷ്യ ചെയ്യണം, അടുത്ത റോ. അപ്പോൾ എടുത്തു, യാണ് വലിച്ചു. ഇതിലെന്താണെന്ന് വെച്ചാൽ വ്യത്യാസം, ഇപ്പോൾ നമ്മൾ 7 സ്റ്റിച്ചാണ് കൊടുത്തത്. ഇനി ഇതിൽ വരുമ്പോൾ ഓരോ സ്റ്റിച്ചിൽ 2 എണ്ണം വെച്ച് 2 സിംഗിൾ ക്രോഷ്യ വെച്ചിട്ട് ചെയ്യണം. ഇപ്പോൾ ഞാനൊരു 2ാമത്തെ ചെയ്തു. ഇനി അടുത്തത് ഇവിടെയാണ്, കണ്ടോ, ഇതാണ് അടുത്ത സ്റ്റിച്ച്. ഇതിൻ്റെ അടിയിലേക്ക് 2 സിംഗിൾ ക്രോഷ്യ. അങ്ങനെ എല്ലാ സ്റ്റിച്ചിൻ്റെ ഉള്ളിലും 2 സിംഗിൾ ക്രോഷ്യ കൊടുക്കാം. കണ്ടോ, 1 2 2 എണ്ണം കൊടുത്തു. ഇനി ഞാനൊരു കാര്യം ചെയ്യാൻ വിട്ടുപോയി. ഇവിടെ നമ്മൾക്ക് ഒരു സ്റ്റിച്ച് മാർക്കർ വയ്ക്കുന്നത് നല്ലതാണ്. കാരണം നമുക്ക് അല്ലെങ്കിൽ എവിടെയാണ് സ്റ്റാർട്ട് ചെയ്തതെന്ന് വലിയ പിടി കിട്ടില്ല. കാരണം സിംഗിൾ ക്രോഷ്യ ആയതുകൊണ്ട്. ഡബിൾ ക്രോഷ്യ ആണെങ്കിൽ നമുക്ക് സ്റ്റിച്ച് മാർക്കർ ഇല്ലെങ്കിലും കുഴപ്പമില്ല. സ്റ്റാർട്ടിങ് സ്റ്റിച്ചിൽ എല്ലാവരും സ്റ്റിച്ച് മാർക്കറോ വല്ല നൂലോ എന്തെങ്കിലും വയ്ക്കാനായിട്ട് ശ്രദ്ധിക്കാം. അപ്പോൾ ഇവിടെ 2 സിംഗിൾ ക്രോഷ്യ ചെയ്തു, ഇവിടെ 2 സിംഗിൾ ക്രോഷ്യ, 1 2 2 സെയിം സ്റ്റിച്ചിലേക്ക് 2 എണ്ണം, ഇത് ലാസ്റ്റ് 1 2. ഇത് ചെയ്ത് പ്രാക്ടീസ് ഉള്ളവർക്ക് എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തതെന്ന് കണ്ടാൽ മനസ്സിലാവും. പക്ഷേ അത്ര എക്സ്പെർട്ടൈസ് ഇല്ലാത്തവർക്ക് അത് മനസ്സിലായിക്കൊള്ളണമെന്നില്ല. എന്നിട്ട് ലാസ്റ്റിൽ നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ച് കൊടുത്തു. അങ്ങനെ ഈ റോ കംപ്ലീറ്റ് ചെയ്തു. ചെയിൻ 1 കണ്ടോ, 1 ചെയിൻ ചെയ്തു. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഒരു സിംഗിൾ ക്രോഷ്യ, പിന്നെ 2ാമത്തെ സ്റ്റിച്ചിൽ 2 സിംഗിൾ ക്രോഷ്യ ഇൻക്രീസ്. അപ്പോൾ 1 സിംഗിൾ ക്രോഷ്യ, അവിടെ സ്റ്റിച്ച് മാർക്കർ വയ്ക്കാം. അപ്പോൾ ഇനി 2ാമത്തേൽ 2 സിംഗിൾ ക്രോഷ്യ കൊടുക്കണം. 1 2 സെയിം സ്റ്റിച്ചിൽ 2 എണ്ണം. ഇനി നെക്സ്റ്റ് റോ വരുമ്പോൾ
നെക്സ്റ്റ് സ്റ്റിച്ചിൽ ഒരു സിംഗിൾ ക്രോഷ്യ. ഇനി ഇവിടെ ഇതിലേക്ക് 2 സിംഗിൾ ക്രോഷ്യ. അപ്പോൾ ഒരു സ്റ്റിച്ചിൽ 1 സിംഗിൾ ക്രോഷ്യ, അടുത്തതിൽ 2 സിംഗിൾ ക്രോഷ്യ. അങ്ങനെ ഈ റോ കംപ്ലീറ്റ് ചെയ്യാം. ഇപ്പോൾ കണ്ടോ, ഈ റോ കംപ്ലീറ്റ് ആയി. ഇനി നമ്മൾ സ്റ്റിച്ച് മാർക്കർ മാറ്റി ലാസ്റ്റ് സ്റ്റിച്ചിലേക്ക് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്തു, വലിച്ചു, ടൈറ്റാക്കി. സോറി, സ്റ്റിച്ച് മാറിപ്പോയിട്ടോ. ഇതിൻ്റെ അടിയിലേക്കാണതാ. ഇങ്ങനെ വരുമ്പോൾ ഇത് ലാസ്റ്റ് സ്റ്റിച്ച് ഇതിൻ്റെ അടിയിലേക്ക് വലിച്ചു, നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്തു. ഈ റോ ഫിനിഷ് ചെയ്തു. ഇനി നമ്മൾക്ക് അതിൻ്റെ സൺഫ്ലവറിൻ്റെ ഈ ബ്രൗൺ പോർഷൻ എത്ര സൈസ് വേണം എന്നുള്ളതനുസരിച്ച് നമുക്ക് ഇൻക്രീസ് ചെയ്യാം. അപ്പോൾ ഈ റൗണ്ട് ഇൻക്രീസ് ചെയ്യാനുള്ള മെത്തേഡ് എന്ന് പറഞ്ഞാൽ, ആദ്യം നമ്മൾ 7 സിംഗിൾ ക്രോഷ്യ കൊടുത്തു. ഇവിടെ ഈ റോയിൽ വന്നപ്പം ഡബിളാക്കി, ഓരോ സ്റ്റിച്ചിൽ 2 എണ്ണം വെച്ച്, അപ്പോൾ 14 എണ്ണമായി. ഇവിടെ വന്നപ്പം 1 സിംഗിൾ ക്രോഷ്യ, അടുത്ത സ്റ്റിച്ചിൽ 2 സിംഗിൾ ക്രോഷ്യ. ഇനി അങ്ങനെ സർക്കിൾ ഡെവലപ്പ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ടുള്ള പാറ്റേൺ അങ്ങനെയാണ്. ഇനി അടുത്ത സ്റ്റിച്ചിൽ വരുമ്പം 1 സിംഗിൾ ക്രോഷ്യ, നെക്സ്റ്റ് വണ്ണിൽ 1 സിംഗിൾ ക്രോഷ്യ, പിന്നെ തേർഡ് സ്റ്റിച്ചിൽ 2 സിംഗിൾ ക്രോഷ്യ. അതങ്ങനെ കണ്ടിന്യൂ ചെയ്യും. ഫോർത്ത് റോയിൽ വരുമ്പം 2 സിംഗിൾ ക്രോഷ്യ എന്നുള്ളത് 3 സിംഗിൾ ക്രോഷ്യ ആവും. നാലാമത്തെ വരുമ്പോൾ 2 സിംഗിൾ ക്രോഷ്യ ഒരു സ്റ്റിച്ചിൽ, അങ്ങനെ ഇൻക്രീസ് ചെയ്ത് പോകും. അപ്പോൾ അതിൻ്റെ പാറ്റേൺ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും തോന്നുന്നു. ഈ സർക്കിൾ ഇപ്പോൾ ഇത് മാറ്റ് ചെയ്യാനായാലും അങ്ങനെ ഫ്ലാറ്റ് ആയിട്ടുള്ള സർക്കിൾ പീസ് അങ്ങ് ഡെവലപ്പ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ടുള്ള പാറ്റേൺ ഇങ്ങനെയാണ്. ഫസ്റ്റ് നമ്മൾ മാജിക് സർക്കിളിൽ എത്ര സ്റ്റിച്ചാണോ ഇടുന്നത് അതിൻ്റെ ഓരോ സ്റ്റിച്ചിലും 2 എണ്ണം വെച്ച് ഫസ്റ്റിൽ ചെയ്യും. അടുത്തതിൽ ഒരു സ്റ്റിച്ചിൽ 1 സിംഗിൾ ക്രോഷ്യ, അടുത്ത സ്റ്റിച്ചിൽ 2 സിംഗിൾ ക്രോഷ്യ, പിന്നെ 1 സിംഗിൾ ക്രോഷ്യ, 2 സെക്കൻഡ് സിംഗിൾ ക്രോഷ്യ, തേർഡ്. ഇനി അടുത്ത റോ വരുമ്പോൾ നമ്മൾ 2 സിംഗിൾ ക്രോഷ്യ ചെയ്യും. പിന്നെ മൂന്നാമത്തെ സ്റ്റിച്ചിൽ വരുമ്പം ഒരേ സ്റ്റിച്ചിൽ തന്നെ 2 സിംഗിൾ ക്രോഷ്യ കൊടുക്കും. അപ്പം ഇവിടെ സ്റ്റിച്ച് മാർക്കർ വെച്ച് മാർക്ക് ചെയ്യാം. ഇനി ചെയ്യേണ്ടത്, ഇവിടെ ഈ സ്റ്റിച്ചിലേക്ക് കണ്ടോ, ഫസ്റ്റ് സ്റ്റിച്ചിലേക്ക് 1 സിംഗിൾ ക്രോഷ്യ, അടുത്ത സ്റ്റിച്ച് വരുമ്പോൾ 2 സിംഗിൾ ക്രോഷ്യ, one സിംഗിൾ ക്രോഷ്യ, 1 സിംഗിൾ ക്രോഷ്യ, നെക്സ്റ്റ് വണ്ണിൽ 2 സിംഗിൾ ക്രോഷ്യ. ഇനി 1 സിംഗിൾ ക്രോഷ്യ, 1 സിംഗിൾ ക്രോഷ്യ, 2 സിംഗിൾ ക്രോഷ്യ. കണ്ടോ, ഇവിടെ വരെത്തി. അപ്പോൾ ഇനി റോ കംപ്ലീറ്റ് ചെയ്യാം കേട്ടോ. കണ്ടോ, അപ്പോൾ ഈ റൗണ്ട് കംപ്ലീറ്റ് ആയിട്ടോ. അപ്പോൾ ഈ നമ്മൾ സ്റ്റിച്ച് മാർക്കർ ഊരി ഇനി ഇവിടെ സ്ലിപ്പ് സ്റ്റിച്ച് കൊടുത്തിട്ട് ഈ റൗണ്ട് കംപ്ലീറ്റ് ചെയ്യും. സ്ലിപ്പ് സ്റ്റിച്ച് എന്ന് പറയുമ്പോൾ ഈ സ്റ്റിച്ചിൽ കേട്ടോ സ്ലിപ്പ് സ്റ്റിച്ച് കൊടുക്കുന്നത്. കണ്ടോ, ഇത്ര ആയി. ഇനി കുറച്ചുകൂടി ഇതിന് സൈസ് വേണമെന്നുണ്ടെങ്കിൽ ഒരു റൗണ്ടും കൂടി ചെയ്യാം. ഞാൻ എന്തായാലും ഒരു റൗണ്ടും കൂടി ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇപ്പോൾ 2 സിംഗിൾ ക്രോഷ്യ, 2 ഡബിൾ സിംഗിൾ ക്രോഷ്യയാണ് ചെയ്തത്. ഇനി വരുമ്പോൾ 3 സിംഗിൾ ക്രോഷ്യ ചെയ്യും. ഇവിടെ ഒരു സിംഗിൾ ക്രോഷ്യ, ഇവിടെ ഒരു സിംഗിൾ ക്രോഷ്യ, ഇവിടെ ഒരു സിംഗിൾ ക്രോഷ്യ, ഇവിടെ വരുമ്പം 2 സിംഗിൾ ക്രോഷ്യ കൊടുക്കും. അങ്ങനെ അത് കണ്ടിന്യൂ ചെയ്യും കേട്ടോ. അപ്പം നമ്മളിവിടെ ഒരു ചെയിൻ ചെയ്തു. പാറ്റേൺ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അത് കംപ്ലീറ്റ് ചെയ്തിട്ട് ഞാൻ കാണിക്കാം. ഒരു സിംഗിൾ ക്രോഷ്യ, തേർഡ് സിംഗിൾ ക്രോഷ്യ. ഇനി നെക്സ്റ്റ് ഫോർത്തിൽ വരുമ്പോൾ ഇൻക്രീസ്. അപ്പോൾ ഈ സ്റ്റിച്ചിലേക്ക് 2 എണ്ണം കൊടുക്കണം കേട്ടോ. 1 2. അപ്പോൾ സ്റ്റിച്ച് മാർക്കർ വയ്ക്കാൻ ഞാൻ മറന്നുപോയി. ഇവിടെ വയ്ക്കണേ സ്റ്റിച്ച് മാർക്കർ. അപ്പോൾ ഈ റൗണ്ട് കംപ്ലീറ്റ് ചെയ്തിട്ട് കാണിച്ചു തരാം. അപ്പോൾ ലാസ്റ്റ് സ്റ്റിച്ച് എത്തി. അവിടെ 2 ഡബിൾ ക്രോഷ്യ ചെയ്യണമായിരുന്നു. അപ്പോൾ ഞാൻ ഒരെണ്ണം ചെയ്തിട്ടുണ്ട്. ഇനി ഒരു സ്റ്റിച്ച് മാർക്കർ അഴിക്കാം കേട്ടോ. ഒരു സിംഗിൾ ക്രോഷ്യ കൂടെ ചെയ്തു. ഇനി കംപ്ലീറ്റ് ആക്കി ഈ സ്റ്റിച്ചിലേക്ക് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാം കേട്ടോ. ഇങ്ങനെ എടുത്തു, അതിനെ ഇതിൽ കൂടെ വലിച്ചെടുത്തു, പിന്നെ ഇതിൽ കൂടെ എടുത്തു. അതാണ് സ്ലിപ്പ് സ്റ്റിച്ച്, നമ്മളൊരു റോ എൻഡ് ചെയ്യുന്ന സ്റ്റിച്ച്. അപ്പോൾ ഇനി ഈ ബ്രൗണിൻ്റെ പോർഷൻ കഴിഞ്ഞു. ഇനി നമുക്കത് ആണ് കട്ട് ചെയ്ത് മാറ്റാം കേട്ടോ. കട്ട് ചെയ്തു, എന്നിട്ട്
ഇത് വലിച്ചിട്ട് ഇതിൻ്റെ ഉള്ളിൽ കൂടെ എടുക്കുക. വലിച്ചു, സോറി, ഇതായിരുന്നു വലിക്കേണ്ടിയിരുന്നത്. വലിച്ചെടുത്തു. ഇനി ഇത് പുൾ ചെയ്ത് നമ്മൾ സെക്യൂർ ചെയ്ത് വയ്ക്കുക. ഇത് നടുക്കിലെയാണ്. ഇത് നന്നായിട്ട് വലിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ല ടൈറ്റായിട്ട് കിട്ടും. നല്ല ബലത്തിൽ വലിച്ചാൽ കണ്ടോ, ഇപ്പോൾ ആ ഹോൾ അത്യാവശ്യം ക്ലോസ് ആയിട്ടുണ്ട്. ഇനി അടുത്തത് നമ്മൾ യെല്ലോ യാണ് വെച്ച് അറ്റാച്ച് ചെയ്യണം. ഈ യെല്ലോ ഷെയ്ഡ് എനിക്ക് ഓർമ്മയില്ല, പക്ഷേ നല്ല സൺഫ്ലവർ കിട്ടുന്ന ഷെയ്ഡാണ്. ഇതും സെയിം മാജിക് നീഡിൽസിൻ്റെ അരാൻ കോട്ടണിയാണ് കേട്ടോ. അപ്പോൾ ഇത് ഏതെങ്കിലും ഒരു സ്റ്റിച്ചിലേക്ക് നമ്മൾ ഇതിനെ ആഡ് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ അടിയിൽ കൂടെ എടുത്തു, ഇതിനെ ഹുക്ക് ചെയ്ത് വലിച്ചെടുത്തു. ഓക്കെ, ഇനി വലിച്ചെടുക്കാൻ അറിയാൻ തോന്നുന്നു. അതാ നോക്ക്, ഈ ബ്രൗൺ യാണ് ബാക്കിലോട്ടാക്കാം. ഇനി നമ്മൾ ഇവിടെ 2 ചെയിൻ ചെയ്യും പെറ്റൽസിന് വേണ്ടിയിട്ട്. 1 2 2 ചെയിൻ ചെയ്തു. ഇനി നമ്മൾ ചെയ്യുന്നത് ട്രിപ്പിൾ ക്രോഷ്യാണ്. ഡബിൾ ക്രോഷ്യ അല്ല, ട്രിപ്പിൾ ക്രോഷ്യ. അപ്പോൾ 2 പ്രാവശ്യം ചുറ്റണം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഈ രണ്ടാമത്തെ സ്റ്റിച്ചിൻ്റെ അടിയിൽ കൂടെ ഇതിനെ വലിച്ചെടുത്തു. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നമുക്ക് 4 ലൂപ്പ് കിട്ടും ഇതിൽ. ഇനി നമ്മൾ ഫസ്റ്റ് 2 ലൂപ്പിൽ കൂടെ യാണിനെ വലിച്ചെടുക്കണം. ഫസ്റ്റ് 2 ലൂപ്പിൽ കൂടെ വലിച്ചെടുത്തു കണ്ടോ. ഇനി ഈ 2 ലൂപ്പിൽ കൂടെ വലിച്ചെടുക്കുക കണ്ടോ. ഇനി അവസാനത്തെ 2 ലൂപ്പിൽ കൂടെ വലിച്ചെടുക്കാം. അപ്പോൾ ഇവിടെ ഒരു ട്രിപ്പിൾ ക്രോഷ്യ കിട്ടും. ഓക്കെ, ഇത് ബിഗിനേഴ്സിന് ചെയ്യാവുന്നേ ഉള്ളൂ. ഡബിൾ ക്രോഷ്യയുടെ ഒരു പ്രാവശ്യം കൂടി യാണ് ഓവർ ചെയ്യണം എന്ന് മാത്രം. കണ്ടോ, ഇനിയിപ്പോൾ നമ്മൾ ഒരു പ്രാവശ്യം കൂടി ട്രിപ്പിൾ ക്രോഷ്യ ഈ സെയിം സ്ഥലത്തേക്ക് തന്നെ കൊടുത്തു. സെയിം ഇപ്പോൾ ഇട്ട സ്റ്റിച്ചിൻ്റെ അവിടേക്ക് തന്നെ കൊടുത്തു, യാണ് ഓവർ ചെയ്തു. അപ്പോൾ നമ്മൾക്ക് 4 ലൂപ്പ് കിട്ടി. ഇനി ഫസ്റ്റ് 2 ലൂപ്പിൻ്റെ ഉള്ളിൽ കൂടെ വലിച്ചെടുത്തു. ഈ 2 ലൂപ്പിൻ്റെ ഉള്ളിൽ കൂടെ വലിച്ചെടുത്തു. ഇനി ലാസ്റ്റ് 2 ലൂപ്പിൻ്റെ ഉള്ളിൽ കൂടെ വലിച്ചെടുത്തു. അപ്പോൾ രണ്ടാമത്തെ ട്രിപ്പിൾ ക്രോഷ്യ അവിടെ കഴിഞ്ഞു. നമ്മൾക്കിത് ചെയ്യണമെങ്കിൽ ഒരു കൺട്രോൾ മതി. ഈ യാണുമേ പിന്നെ നമ്മുടെ ഹുക്കുമേ ഒരു കൺട്രോൾ വേണം നമുക്ക്. അത് ചെയ്ത് പ്രാക്ടീസ് കൊണ്ട് കൺട്രോൾ വരിക. ഞാനിപ്പോൾ 10 വർഷത്തിന് മുകളിലായി ഇത് ക്രോഷ്യ ചെയ്യുന്നു. അതുകൊണ്ട് അത്യാവശ്യം എനിക്ക് അതിന്മേ ഒരു കൺട്രോൾ ഉള്ളതുകൊണ്ടാണ്. ബിഗിനേഴ്സിന് ഇത് അത്ര ചിലപ്പോൾ ഈസി ആയിട്ട് ഫീൽ ചെയ്യില്ല, പക്ഷേ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഇനിയിപ്പോൾ നിങ്ങൾക്കിത് ട്രിപ്പിൾ ക്രോഷ്യ അത്ര എളുപ്പമല്ല, ചെയ്യാൻ പറ്റണില്ലെങ്കിൽ ട്രിപ്പിൾ ക്രോഷ്യയ്ക്ക് പകരം ഇവിടെ ഡബിൾ ക്രോഷ്യ ആയിട്ട് കൊടുത്താലും മതി. അപ്പോൾ പെറ്റൽസ് ഇച്ചിരി സൈസ് കുറയുന്നത് മാത്രമേ ഉള്ളൂ. ഡബിൾ ക്രോഷ്യ വെച്ചിട്ടും ഇത് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ 2 ചെയിൻ ഇട്ടു. ഇനി അടുത്ത സ്റ്റിച്ചിലേക്ക് നമ്മൾ ഒരു സ്ലിപ്പ് സ്റ്റിച്ച് കൊടുക്കാം. ഈ പെറ്റൽ ഇവിടെ അവസാനിക്കുക, ഈ പെറ്റൽ ചെയ്തിട്ട്. അപ്പോൾ അത് നോക്കൂ കണ്ടോ, ഇപ്പോൾ ഒരു പെറ്റൽ കഴിഞ്ഞു, സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്തു. ഇനി അവിടെ നിന്ന് തന്നെ നമ്മൾ ഒരു 2 ചെയിൻ ഇട്ടു. ഇനി അടുത്തത് വീണ്ടും ട്രിപ്പിൾ ക്രോഷ്യ 2 പ്രാവശ്യം യാണ് ഓവർ ചെയ്തു. അടുത്ത സ്റ്റിച്ചിലേക്ക് ഇതിനെ ഇട്ടു, വലിച്ചു. ഈ 2 ലൂപ്പിൽ കൂടെ എടുത്തു. ഇനി വീണ്ടും 2 ലൂപ്പിൽ കൂടെ വലിച്ചെടുത്തു. ലാസ്റ്റ് ഓക്കെ, വീണ്ടും യാൺ ചെയ്തു. സെയിം സ്റ്റിച്ചിലേക്ക് കേട്ടോ, സെയിം ഈ 2 ട്രിപ്പിൾ ക്രോഷ്യം ഒരു സ്റ്റിച്ചിലേക്ക് തന്നെ കൊടുക്കേണ്ടത് കണ്ടോ. ഇപ്പോൾ ഇവിടെ കൊടുത്തില്ലേ ഈ സ്റ്റിച്ച്, ഇതിലേക്ക് തന്നെ സെക്കൻഡ് ട്രിപ്പിൾ ക്രോഷ്യം കൊടുക്കേണ്ടത്. ഓക്കെ, വീണ്ടും വലിച്ചു കണ്ടോ. ഇപ്പോൾ 2 ട്രിപ്പിൾ ക്രോഷ്യ കഴിഞ്ഞു. ഇനി വീണ്ടും ചെയിൻ 2 1 2 ചെയിൻ 2 കഴിഞ്ഞിട്ട് ഈ സ്റ്റിച്ചിലേക്ക് നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുന്നു കണ്ടോ. സ്ലിപ്പ് സ്റ്റിച്ച് കണ്ടോ. ഇപ്പോൾ 2 പെറ്റൽസായി, മനസ്സിലായില്ലേ. ഇപ്പോൾ ഇതിന് ഞാൻ ട്രിപ്പിൾ ക്രോഷ്യ ചെയ്തതിന് പകരം നിങ്ങൾക്ക് ഡബിൾ ക്രോഷ്യ അറിയുള്ളൂ എങ്കിൽ ഡബിൾ ക്രോഷ്യ ചെയ്താലും മതി. ഓക്കെ, അപ്പോൾ പെറ്റൽസ് ചെയ്യുന്നത് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കണം. അപ്പോൾ ഞാൻ ഇനി ഇത് കംപ്ലീറ്റ് ചെയ്തിട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഞാൻ ഇത്രയും വരെ ലാസ്റ്റ് പെറ്റൽ വരെ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ ഒരു ട്രിപ്പിൾ ക്രോഷ്യ ചെയ്തു. ഇനി ഇവിടെ ഒരു ട്രിപ്പിൾ ക്രോഷ്യം കൂടി ചെയ്ത് നമുക്കിത് ഫിനിഷ് ചെയ്യണം. ഒരു ട്രിപ്പിൾ ക്രോഷ്യ 2 പ്രാവശ്യം ഓവർ ചെയ്തു. 2 ലൂപ്പിൻ്റെ ഉള്ളിൽ കൂടെ വലിച്ചു. ഇവിടെ 2 ലൂപ്പിൻ്റെ ഉള്ളിൽ കൂടെ വലിച്ചു. ലാസ്റ്റ് 2 ലൂപ്പിൽ കൂടെ വലിച്ചു. ഓക്കെ, അപ്പോൾ സെക്കൻഡ് ട്രിപ്പിൾ ക്രോഷ്യ കംപ്ലീറ്റ് ആയി. ഇനി 2 ചെയിനും കൂടി എടുക്കാം. 1 2 2 ചെയിനും കൂടി എടുക്കാം. ഈ സ്റ്റിച്ചിലേക്ക് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാം. കണ്ടോ. ഓക്കെ, കംപ്ലീറ്റ് ആയി. അപ്പോൾ നമ്മളിനി ഇതിനെ ആണ് പുൾ ചെയ്തെടുക്കുക കേട്ടോ, ബാക്കിൽ കട്ട് ചെയ്തിട്ട്. ബാക്കിൽ കൂടെ അതായത്
ഇതിങ്ങനെ വലിച്ചു ടൈറ്റ് ചെയ്തു. ഉണ്ടോ, സൺഫ്ലവർ റെഡിയായി. നമ്മുടെ ബാക്കിൽ ഈ ആണുകളുണ്ടാവും, അതിപ്പോൾ ഈ ആണും കൂടി നമുക്ക് ഒരു നോട്ടിട്ട് കൊടുക്കാം. വേണമെങ്കിൽ ഇത് ബാക്കിൽ കൂടെ സ്യൂ ചെയ്ത് ഒരു സൂചി വെച്ചിട്ട് കാണാതെ ഇതിൻ്റെ ഉള്ളിൽ കൂടെ ചെയ്യാം. അതില്ലെങ്കിലും കുഴപ്പമില്ല. കണ്ടോ, എന്തെങ്കിലും ഇതിൽ നിങ്ങൾക്ക് ഈ ട്യൂട്ടോറിയലിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻസ് ആയിട്ട് ചോദിച്ചോളൂ, ഞാൻ ക്ലിയർ ചെയ്ത് തരാം. അതുപോലെ എന്തെങ്കിലുമൊക്കെ ട്യൂട്ടോറിയൽ വേണമെങ്കിൽ പറഞ്ഞാൽ മതി, കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ ചെയ്യാം കേട്ടോ. താങ്ക് യു. അപ്പോൾ ഇങ്ങനെ വന്നേ. ഇനി ലാസ്റ്റ് ഞാനിതൊരു കീ ചെയിനായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്നത്. നമുക്ക് ഫ്രിഡ്ജ് മാഗ്നറ്റ് ആണെങ്കിൽ ബാക്കിൽ മാഗ്നറ്റ് ഇവിടെ ഒട്ടിച്ചു കൊടുത്താൽ മതി. ഇതിപ്പോൾ കീ ചെയിൻ ആയതുകൊണ്ട് ജസ്റ്റ് ഇതാ ഇവിടെ ഇങ്ങനെ ഇട്ട് കൊടുക്കും. ഓക്കെ, കണ്ടോ, കീ ചെയിനായിട്ട് യൂസ് ചെയ്യാം. ഇത് ബിഗിനേഴ്സിന് ചെയ്യാൻ പറ്റുന്ന കേട്ടോ, ട്രൈ ചെയ്തിട്ട് പറയും.